എടാ ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ അപ്പം ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം അഖിൽ മാരാർ 2 തവണ പ്രസവിച്ച തന്റെ പ്രസവ അനുഭവവും ആ പ്രസവാനന്തരം നടന്ന ശുശ്രൂഷയെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂയിലൂടെ പറയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ജേർണി കണ്ടപ്പോഴത്തേക്ക് ഐശ്വടാ ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രസവം അല്ലേ. അപ്പൊ ഞാൻ 2 മക്കളെ പ്രസവിച്ചായിരുന്നേ. ഒരാളെ പ്രസവിച്ചത് ഒരു 2027 കാലത്തും ഒരാളെ പ്രസവിച്ചത് 2013 കാലത്തുമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. സീരിയസ്ലി എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് നല്ല ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. പക്ഷെ അഖിൽ മാരാർജി പറഞ്ഞപ്പോഴല്ലേ ഇത്ര ഈസി ആയിരുന്നു ഈ സംഭവം. ഇദ്ദേഹം 2 തവണ പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ 2 പിള്ളേരെ പ്രസവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയല്ല, പുള്ളിയാണെന്ന് പിന്നീടാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂലൂടെ പറയുമ്പോഴാണ് ഞാൻ അത്ര മനസ്സിലാക്കുന്നത്. എടാ ഇത്രയും എളുപ്പത്തിൽ എങ്ങനെ പ്രസവിച്ചു? എന്നിട്ട് പുള്ളി പറയുന്നെന്ന് പറഞ്ഞോണ്ട് പ്രസവിച്ചും കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പോയി 2 ചാക്ക് അരിയും പിടിച്ചു വെച്ചത്രേ. വളരെ മനുഷ്യരൊന്നും അല്ലേടേ. അപ്പം വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് എത്തിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ പറഞ്ഞു വന്നേച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വഴി അഖിൽ മാരാർ നമ്മുടെ സ്ത്രീത്വത്തെ മുഴുവനും അപമാനിക്കുന്ന രീതിയിൽ, അതായത് പ്രസവത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള രീതിക്ക് ഒരു പരാമർശമായിട്ട് വന്നിരുന്നു. അപ്പം അത് എന്തിന്റെ ബേസിസിലാണ് ഒരു ആണായ ഒരു വ്യക്തി ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ, നമ്മൾ ഒരു കാര്യം തറപ്പിച്ച് പറയണമെങ്കിൽ നമുക്കത് അനുഭവം ഉണ്ടായിരിക്കണം അല്ലെ. അത് അനുഭവം ഉണ്ടായിരിക്കണം. അപ്പൊ എന്റെ അറിവിൽ ഇതുവരെ ആണുങ്ങൾ പ്രസവിച്ച ചരിത്രമില്ല. കടൽക്കുതിര പ്രസവിച്ച് കേട്ടിട്ടുണ്ട്. കടൽക്കുതിരയാണ് പ്രസവിക്കുന്നത്. അപ്പം അതല്ലാണ്ട് വേറെ ഒരു മൃഗാദി മൃഗങ്ങളൊന്നും ഇതുവരെ ആണുങ്ങൾ പ്രസവിച്ച ഒരു ചരിത്രം കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ അഖിൽ മാരാർ പറയുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് അഖിൽ മാരാർജി അങ്ങ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് പെണ്ണായ നമ്മള്, പ്രസവിച്ച നമ്മൾ, ഒരു 2 കുട്ടികളുടെ അമ്മയായ നമുക്ക് ഇതിനെക്കുറിച്ച് 2 വാക്കുകൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അഖിൽ മാരാറുടെ പല തവണയുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ചിലരൊക്കെ എടുക്കാവുന്നതാണ്. എന്നാൽ ഇതുപോലെയുള്ള വിടുവായ്ത്തരം കുറെ അധികം വന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ പുള്ളിയുടെ വായ്ത്താളം വളരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ അഖിൽ മാരാർ പിടിച്ച മുയലിന് 5 വെട്ടും കൊമ്പെന്നോ പുള്ളി വാദിച്ച അത് അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനുശേഷം കുറെ അധികം ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങ് മെഴുകുകയാണ്. അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനല്ല കുഴപ്പം, കേട്ട ഇത്രയോ ഉള്ള ജനങ്ങൾക്കാണ് കുഴപ്പമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏക്കാലും പുള്ളി എന്താണ് പറഞ്ഞു വെച്ചെന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. എടാ ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. പക്ഷെ അട്ടപ്പാടിയിൽ ഈ അടുത്ത കാലത്ത് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ലേബർ റൂമിൽ വളരെ എൻജോയ് ആണ്. ഞാനാണ് എന്റെ പൊന്നു ഗൈസ്, ഞാൻ എങ്ങനെയാണെന്നറിയാം എന്റെ പ്രസവം ആ ഒരു ജേർണി. ആ ഒരു ലേബർ റൂമിൽ ഒരു പ്ലേറ്റ് ബിരിയാണി, 2 ഐസ്ക്രീം, 2-3 ചോക്ലേറ്റ്, പിന്നെ എനിക്കറിയത്തില്ല പരിചാരകങ്ങൾ, എനിക്കറിയത്തില്ല. എന്റെ ചുറ്റിനും ആൾക്കാര് എനിക്കങ്ങ് വീശി തരുന്നു, തടവി തരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സ്വിച്ച് ഇങ്ങനെ ലേബർ റൂമിലുണ്ട്. ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മുടെ ഇതൊക്കെ തുറന്നു വന്നിട്ട് ആദ്യത്തെ കുഞ്ഞെനിക്ക് 3 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വെയിറ്റ് അന്ന് 50 കിലോ. അപ്പൊ ആ 3 കിലോ ഉള്ള കുഞ്ഞിനെ ഇങ്ങനെ സ്വിച്ച് ഇട്ട ഉടനെ ഹായ് വാ മോനെ, വാ മക്കളെ, വാ, പ്രസവം കഴിഞ്ഞ അടിപൊളി നല്ല സെറ്റപ്പ് പരിപാടിയായിരുന്നടേ എന്റെ പ്രസവം. ശരിക്കും ചിന്തിക്കാനും കൂടെ ഇത്രയും നല്ല ഒരു എൻജോയ് ചെയ്ത ഒരു പ്രവൃത്തി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല, എന്റെ ലൈഫ് ലോങ് കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് വാസ്തവം. സത്യത്തിൽ ഇത് കാണുന്ന സ്ത്രീ ജനങ്ങൾക്ക് അറിയാം, അമ്മമാർക്കറിയാം. നമ്മുടെ ഈ ലേബർ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, അത് ഞാൻ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ആ ഒരു നമ്മുടെ ഈ നടുവിനെടുക്കുന്ന കട്ടുകഴപ്പ് എനിക്കറിയത്തില്ലടേ. ആദ്യം ഒരു അരമണിക്കൂർ കൂടുമ്പോൾ വരുന്ന ഒരു കട്ടുകഴപ്പ്, പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് പിന്നെ അത് 10 മിനിറ്റിൽ കൂടെ വരും, പിന്നെ അത് 5 മിനിറ്റിലോട്ട് വരും, പിന്നെ അത് നമുക്ക് എനർജി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. എന്നിട്ട് ഈ പുഷ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് പുഷ് ചെയ്യാനുള്ള എനർജി കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ ഗ്ലൂക്കോസ് തന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് 2ാമത്തെ ഇതില്.
ഈ കുഞ്ഞ് വരുന്നതിനോടൊപ്പം തന്നെ വജൈന കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന വേദന, പിന്നെ പ്ലസ് പുഷ് ചെയ്യുന്ന എനിക്കറിയത്തില്ല, എനിക്കിപ്പോഴും പറയുമ്പോൾ അത് എന്തൊക്കെ പോലെയാണ്. ആരെങ്കിലും ഒന്ന് സഹായിച്ചു തന്നിരുന്നു. പിന്നെ നന്നായിട്ട് നമ്മൾ ആ സമയത്ത് വിയർക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്താ കട്ടുകഴപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ പച്ചയ്ക്ക് പിടിച്ചിങ്ങനെ രണ്ടായിട്ട്, നമ്മുടെ നടുവ് എങ്ങനെയാണ് രണ്ടായിട്ട് ഇങ്ങനെ വളച്ച് നമ്മളെ ഒടിക്കുന്നത്, അതേ ഒരു ഫീല് വേദന. എനിക്കത് എങ്ങനെ കട്ടുകഴപ്പാണ് എനിക്കറിയാം. നന്നായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കട്ടുകഴപ്പാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു പ്രോസസ്സാണ് വജൈനെ കട്ടിടുന്നത്. ആ കട്ടിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് നമ്മൾ ആ വേദന മറക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ ബ്ലഡോട് കൂടിയാണ് നമ്മുടെ നമ്മുടെ നെഞ്ചത്തോട്ടാണ് എടുത്ത് കടത്തുന്നത്. അപ്പം നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ആരും സഹിക്കത്തില്ല കേട്ടോ. അതുപോലത്തെ സ്മെല്ലായിരിക്കും ആ സമയത്ത് നമ്മുടെ വയറ്റിൽ നിന്ന് വന്ന ആ കുഞ്ഞിനുള്ളത്. അപ്പം അതോടെ എടുത്ത് കടത്തി നമ്മുടെ വയറ്റത്ത് കടത്തിയിട്ടാണ് പുക്കിൾക്കൊടി കട്ട് ചെയ്യുന്നത്. സത്യം പറയട്ടെ, ആ ഒരു നിമിഷമാണ് എല്ലാ അമ്മമാരും ആ വേദന മറക്കുന്നത്. നമ്മളെല്ലാരും പറയും പ്രസവം നല്ലതാണ് സുഖപ്രസവം. എനിക്ക് അത്ര വലിയ സുഖപ്രസവം ഒന്നും ആയിരുന്നില്ല. സുഖപ്രസവം എന്ന് പറഞ്ഞ ടേം തന്നെ വളരെ തെറ്റാണ്. ആർക്കും ഇതുവരെ സുഖമായിട്ട് പ്രസവിച്ച് വന്ന് സ്വിച്ച് ഇട്ട പോലെ പ്രസവിച്ച് വന്ന ചരിത്രമില്ല. എല്ലാവരും ഈ ഒരു പ്രോസസ്സിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. ആ ഒരു വേദന എങ്ങനെ നിങ്ങളോട്ട് എത്തിക്കണമെന്ന് എനിക്കറിയത്തില്ല. നിസ്സാരം പീരിയഡ്സിന്റെ വേദന പോലും അത് സഹിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ വേദന തീപ്പൊള്ളലാണ്. അത് കഴിഞ്ഞിട്ടുള്ള വേദനയാണ് പ്രസവ വേദന. അത് എത്ര ആണുങ്ങൾ സഹിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ സ്ത്രീകൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി, അതിനുള്ള കപ്പാസിറ്റി ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സ്. പിന്നെ അതിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഉടനെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് ഈ ഉള്ളു പരിശോധന എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രസവിക്കാൻ കിടക്കുന്ന ലേബർ റൂമിൽ കിടക്കുന്ന സമയത്തും ഈ ഉള്ളു പരിശോധിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ കൈ ഏകദേശം ഇത്രയും ഉണ്ട് എന്ന് തോന്നും. അത് അതിലൂടെ ഇൻസേർട്ട് ചെയ്ത് അവര് ടെസ്റ്റ് ചെയ്ത് എത്ര ഡെവലപ്പായി എന്നറിയാണ്ട് ഇത് വികസിച്ചു എന്നറിയാൻ വേണ്ടിയുള്ള ഉള്ളു പരിശോധനയുണ്ട്. പിന്നെ അതിനകത്ത് വെള്ളം പൊട്ടിച്ചു വിടുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതൊക്കെ നിസ്സാരമല്ല. ഇതൊന്നും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയല്ല. അത്രയും കഠിനമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ വൈഫിനെ തനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഈ ആശുപത്രി പോയി പ്രസവിച്ചത് എന്നറിയത്തില്ല. എന്തിന്? അപ്പം ഒരു നിസ്സാരമായിട്ടാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്തിടയിൽ ഒരു ഇന്റർവ്യൂ, ആനീസ് കിച്ചന്റെ ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്ക് തന്റെ വൈഫിനെ അടുത്തിരുത്തിക്കൊണ്ട് നന്നായിട്ട് അപമാനിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് റിയാക്ട് ചെയ്തില്ല അന്ന്. അപ്പൊ ഇവരെയൊക്കെയാണ് NDA ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയേക്കുന്നത്. അപ്പൊ വിജയിച്ച് വരണം കേട്ടോ. വിജയിച്ച് വന്നാൽ ഇവിടെയൊക്കെ തന്നെ കാണണം. അപ്പൊ ഇത്രയും വിവരമില്ലാത്തവരെയൊക്കെയാണ് BJP കയറ്റിയിരുത്തി ഒരു സ്ഥാനാർത്ഥി ആയിട്ട് കൊടുത്തത്. അപ്പം നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. എന്നാൽ പോലും ഇത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായി പോയി. അതിനുശേഷം അദ്ദേഹം ന്യായീകരിക്കുകയാണ്. ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ക്ലിപ്സ് ആണ് നമ്മളെല്ലായിടത്തും റിയാക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്ലിപ്പിന് എൻഡും ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടാവും. ആ എൻഡും പറഞ്ഞില്ല, സ്റ്റാർട്ടിംഗ് പോയിന്റും പറഞ്ഞില്ലാതെ ഇതിനെ വീണ്ടും ന്യായീകരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 10 പറയാതിരിക്കാൻ ആർക്കാണ് തോന്നുക, അല്ലേ? അപ്പം അഖിൽ മാരാർ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷെ എന്ത് വിവരക്കേട് പറഞ്ഞിട്ടും ഇത് ഞാൻ പറഞ്ഞാണ് ശരി എന്ന് വാദിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ നമ്മുടെ പഴയ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. അതിന് ആൾക്കാർക്ക് അത്രയും വിവരമില്ലായിരുന്നു. നമ്മുടെ ജീവിത സ്റ്റൈലുകൾക്ക് മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് അത്ര ആവശ്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ആയി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഡെത്ത്, ഈ കുട്ടികൾ ജനിക്കുന്നതോട് കൂടിയുള്ള ഡെത്ത് ഇപ്പം 20 100 കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ 1-2 കുട്ടികൾ മാത്രമേ ഡെത്ത് സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ 1000 കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ 4-5 കുട്ടികൾ മാത്രമേ ഡെത്ത് സംഭവിക്കുന്നുള്ളൂ. അത്രയും ഡെത്ത് കുറഞ്ഞിരിക്കും. എന്നാൽ നേരത്തെ ഒരു സ്ഥിതി അങ്ങനെയായിരുന്നു. 1000 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ 100 കുട്ടിയും മരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫെസിലിറ്റീസ് അത് ഒരുപാട് ടെക്നോളജി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ പണ്ടത്തെ കാലത്ത് ഓട്ടിസത്തോടെ ജനിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെയാണ് അഖിൽ മാരാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് വളരെ കഷ്ടമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇത് ഡെലിവറി എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ കിക്കാറ്റും ചോക്ലേറ്റും ഐസ്ക്രീമും ഫലൂഡ എല്ലാം കഴിച്ചുകൊണ്ട് അവിടെ ഒരു എന്താ പറയാ
ഒരു വണ്ടർലേ പോയിട്ട് വരുന്ന ലാഭത്തോടെ നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അതിനുശേഷം എന്താണ്, കുഞ്ഞിനെ പാല് കൊടുക്കണം, പിന്നെ അതിനുശേഷം കുഞ്ഞിനെ നോക്കണം. ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മളോട് ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യാൻ പറയും. അപ്പം എന്റെ പൊന്നു മക്കളെ, ഒന്നുമില്ലെങ്കിലും എന്നെ പോലെ ഒരാൾക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ഉണ്ടാവും. ഞാൻ വളരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു 3 കിലോ ഉള്ള ഒരു കുഞ്ഞ് അതുവഴി ഇറങ്ങി വരണമെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സ്റ്റിച്ച് ചെയ്യണം. ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. ആ നടന്ന് പോയിട്ട് അത് ഇരിക്കുമ്പോ പിന്നെ അത് ഒരാഴ്ചയോളം നമ്മൾ ഈ ബാത്റൂമിൽ പോകാൻ എടുക്കുന്ന പാട്, ഇതൊക്കെ അതിന്റെ ഇടയ്ക്ക് കുഞ്ഞ് രാത്രി ഉറക്കമില്ലായിരിക്കും, കുഞ്ഞിനെ എടുത്തു വെച്ചോണ്ടിരിക്കണം, നടുവേദന, ഇതെല്ലാം സഹിച്ച് ഒരു 5-6 മാസത്തോളം അമ്മമാർക്ക് നല്ല സുഖമായിരിക്കും, സുഖം. അതിന്റെ കൂടെ കുഞ്ഞിന് പാലും കൂടെ ഇല്ലെങ്കിൽ ഒന്ന് പറയും കൂടെ വേണ്ട, അവസ്ഥ ഗംഭീരമാണ്. അപ്പൊ ഇത്രയും അമ്മമാര് കടന്നു പോകുന്ന ഈ ഒരു കാര്യത്തെയാണ് ഇത്രയും നിസ്സാരമായിട്ട് എൻജോയ് ചെയ്തെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞത് വളരെ മോശമായി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.